അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നതാണ് സുമേഷ്. പരീക്ഷണം പരീക്ഷണം പയ്യെ ഒന്ന് സ്പീഡ് കൂട്ടുക. കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കണ്ടെയ്നർ പാലത്തിൻ്റെ അടിയിൽ എത്തിയേക്കാണ്. കണ്ടെയ്നർ പാലത്തിൻ്റെ അടിയിൽ സ്പീഡ് ഇത്തിരി കൂട്ടി നോക്കുന്നതാണ്. അങ്ങനെ വിശാലമായ തുറന്ന പുഴ നമുക്ക് കിട്ടിയേക്കാണ്. സ്പീഡ് അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സുമസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആ ബോട്ടിൻ്റെ വീഡിയോ തന്നെയാണ്. അതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബോട്ട് വളരെ ചെറുതായി പോയി. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ മുങ്ങണൊരു പരുവത്തിലായിരുന്നു. അപ്പോൾ അത് തന്നെ ഒന്ന് ഡബിളാക്കി. അതായത് ഇപ്പോൾ ഞാനും ഡെന്നിച്ചൻ്റെ എൻ്റെ പിള്ളേർ 4 പേര് കയറി നിന്നിട്ടും ഇനിയും ഒരു 4 പേർ കൂടി കയറുമ്പോൾ അതിന് വെള്ളത്തിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനും എല്ലാം പക്ക, പക്ഷേ സ്റ്റിയറിംഗ് ടൈറ്റ് മാത്രം. ഞാൻ ഹാൻഡിൽ വെച്ചിട്ട് ഉള്ള ഇത് ഒരു കറക്റ്റായിട്ടുള്ള ഭയങ്കര ലോഡുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഞങ്ങൾ 2-3 കിലോമീറ്റർ ബോട്ട് ഓടിച്ച് നിൽക്കണതാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൻ്റെ നിർമ്മാണം ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആദ്യത്തെ എഞ്ചിൻ്റെ ഫുൾ പരിപാടികളെല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി കാണാം. പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ഇപ്പോൾ ഈ ഓൾട്ടറേഷൻ ചെയ്തെടുത്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും അതിൻ്റെ റൈഡിങ് വീഡിയോ ഒക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ കയറി നോക്കാം. ആഹാ അപ്പം അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നോക്കാം എന്താ ചെയ്യാൻ കേട്ടോ. സ്റ്റാർട്ടായിട്ടുണ്ട്. കറക്റ്റല്ല. ചേട്ടാ ഒന്ന് ബാലൻസ് പിടിച്ചോ. അച്ചു ഇരിക്കണോ ചേട്ടാ? ഫുള്ളോടാണ്. അച്ചു ബാക്കിലെ സൈലൻസർ ബന്ധം പോയി മുട്ടരുതട്ടാ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി യാത്ര തുടങ്ങിയേക്കാണ്. ഞാനും ഡെന്നിച്ചനുണ്ട്, എൻ്റെ 2 കുട്ടികളുണ്ട്. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നതാണ് സുമേഷ്.
പരീക്ഷണമായിട്ടുണ്ട് പരീക്ഷണം അങ്ങനെ നമ്മൾ കണ്ടെയ്നർ ടെർമിനൽ റോഡിന്റെ പാലത്തിന്റെ അടിയിലോട്ട് എത്തുവാണ്. പയ്യെ ഒന്ന് സ്പീഡ് കൂട്ടുക. കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കണ്ടെയ്നർ പാലത്തിന്റെ അടിയിൽ എത്തിയേക്കാണ്. കണ്ടെയ്നർ പാലത്തിന്റെ അടിയിൽ സ്പീഡ് ഇത്തിരി കൂട്ടി നോക്കാനാണ്. അടിപൊളി സക്സസ്. അങ്ങനെ വിശാലമായ തുറന്ന പുഴ നമുക്ക് കിട്ടിയേക്കാണ്. സ്പീഡ് അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടാ. പറഞ്ഞ പേടിയാ? അവനായിക്കോട്ടെ. അവനെ കൈവയ്ക്ക് ഞാൻ വെച്ചെന്തോ. സെൻട്രിൽ കൂടി പോണേണ്ട നല്ലത്. ഇല്ല, കുഴപ്പമില്ല, നീ ഇരുന്നോ. അത് ഓഫി. ഒന്നുമില്ല. പെട്ടെന്ന് തിരിക്കാൻ പറ്റില്ലെങ്കിലേ കാട്ടിപ്പോയി കേറി വിചാരിച്ചാൽ തിരിഞ്ഞു വന്നില്ല സാധനം. അത് ഏത് വശത്തോട്ടാണ് തിരിഞ്ഞോണ്ടിരുന്നത്? അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നീ തിരിച്ചത് നേരെ വന്നിട്ട് ഈ സൈഡിലോട്ട് തിരിയും, ഇങ്ങാട് തിരിയുന്നില്ല. അത് തന്നെ എനിക്ക് കേബിളിന്റെ ഇതായതുകൊണ്ടാണോ. ഇവിടെ പിന്നെ വീതി കുറവാണല്ലോ. അപ്പൊ ഈ കാടായിരുന്നു അടിപൊളി. സൂപ്പറായിരുന്നു. അമ്മോ, കാടും പടലൊക്കെ ഇളക്കി ഞങ്ങള്. ഇങ്ങോട്ട് ഒഴുക്കുണ്ടല്ലോ, ഇങ്ങോട്ട് ഒഴുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് റിവേഴ്സ് പോകുന്നുണ്ട്. വെറുതെ പോയിക്കോളൂ. കണ്ടെയ്നർ റോട്ടിൽ കൂടി ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടിച്ചാ അതിന്റെ അകത്ത് പറ്റിയില്ല. അങ്ങാട് കച്ചടിച്ചു പോവാം. ഞാനത് ഇവിടെ കൊണ്ടൊന്ന് വയ്ക്കാൻ വേണ്ടിട്ട് പ്രൊഫഷണൽ സ്റ്റാർട്ടിങ് ഒക്കെ. പക്ഷെ പിന്നെ മടി പിടിച്ചിട്ട് അവിടെ തന്നെ ആക്കി. ഇത് തന്നെ മതി ഇങ്ങനെ ഇരിക്കട്ടെ. അതാണ് അത്. ഇവിടെ ആണെങ്കിൽ ഇത്തിരി സിമ്പിളായിട്ട് തടഞ്ഞിരിക്കണോ? ഇവിടെ തിരിഞ്ഞു തന്നില്ല. അതാണ് എവിടെ ഇവിടെ മുട്ടണില്ല. മുട്ടണില്ല. പക്ഷെ ടൈറ്റാണ് മാത്രമേ. പയ്യെ തിരിഞ്ഞു വരും. തിരിയണ്ട്. കുഴപ്പമില്ല. ഈ തിരിവ് ആദ്യം കിട്ടില്ല, അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് തിരിക്കാൻ പറ്റിയ. ഇത്തിരി സ്റ്റിയറിങ് ഇത്തിരി ടൈറ്റ് ഉണ്ട് ഹാൻഡിൽ. അതാണ് പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നിടത്താണ് തിരിഞ്ഞു വന്നില്ല. കുഴപ്പമില്ല, ഇതിന് മുൻകൂട്ടി തിരിച്ചാൽ മതി. അതല്ല, ഇത് പിന്നെ ഒന്ന് നമുക്കൊന്ന് പരിചയമുണ്ടേ. അവനോ പ്രാവശ്യം പോയി കയറിയിട്ട് മേടിച്ച്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ ഇങ്ങനെ മഞ്ഞുമ്മൽ മുട്ടാർ പുഴയിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയഞ്ചേട്ടൻ അവിടെ കാത്തേക്ക് നോക്കിയാൽ നമുക്ക് പോകാല്ലേ? അങ്ങോട്ട് പോകുന്നാലും ഒരുപാട് വൈകും. ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് പോകുന്നിരിക്കും.
തിരിക്കാതിരിക്കാം. റെഡിയാക്കി. ഇവിടെ എങ്ങനെ വേണമെങ്കിൽ തിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ എങ്ങോട്ടാ തിരിയണേ? തിരിഞ്ഞ് അടിപൊളി. ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞേ. തിരിഞ്ഞിട്ടില്ല. തിരിയലൊരു പ്രശ്നമാണ്. അത് നീ അങ്ങാട് തിരിച്ചെങ്കിൽ ചിലപ്പോ കിട്ടിയാനേട്ടാ. ആ അല്ല അങ്ങോട്ടാ ഉദ്ദേശം. അപ്പം ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഇങ്ങോട്ടാക്കി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരുവേ. നീ ചെടിയാണോ? ആ അമ്പലടാ. അമ്പല് കണ്ടല്ലേ നീ? അല്ല കുറച്ച് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നാലേ കുറച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പേടിച്ചാ? ആണോല്ലേടാ നിനക്ക് പേടിച്ചെന്ന് പറയാനായിട്ട്? ആണോല്ലേ പേടിച്ചെന്ന് പറയാൻ? ഇല്ല നീന്തലായിരുന്നു. എത്ര ദൂരം വന്ന് നമ്മള് അല്ല കുറച്ച് വന്നില്ലേ കണ്ടേ? അവിടെ നിന്ന് നോക്കിയാൽ കാണൂല. ഇങ്ങനെ അങ്ങടല്ലേ തിരിയുള്ളൂ? ഇല്ലല്ലേ? നമ്മള് പങ്കായം മറ്റേ കയാക്ക് ഉസ്താദെന്ന് പറഞ്ഞൂടെ? ചങ്ങാടൻ കയാക്ക്. എന്താ വെള്ളം കയറണം നോക്കി. പങ്കായത്തിന്റെ അകത്ത്. പങ്കായേ അതിന്റെ അകത്ത് വെള്ളം കയറണം. ഞാൻ റെഡിമേഡ് ഉണ്ടാക്കിയല്ല, ഞാൻ ഉണ്ടാക്കിയ സാധനം വെള്ളത്തിലോട്ട് മുങ്ങി പോകും. അതാ എടുക്കത്തെ വെയിറ്റ് ആണത്. തകിട് വെച്ചുണ്ടാക്കി വെള്ളം കയറിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ സംഭവം സക്സസ് ആയി, ഞങ്ങളെല്ലാവരും ഇവിടെ തിരിച്ചെത്തി. അപ്പോൾ ബോട്ടിങ് കയറ്റണം. ഇതിൻ്റെ കുറച്ച് ഓൾട്ടറേഷൻ വർക്ക് കൂടി ഉണ്ട്. ഈ സ്റ്റിയറിംഗ് ഹാൻഡിൽ പരിപാടി ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് തിരിക്കുമ്പോഴത്തേക്കും സംഭവം കുഴപ്പമില്ല, ടൈറ്റാണ്, ലോഡാണ്, ഫ്രീ ആയിട്ട് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്നും കൂടി സെറ്റാക്കിയിട്ട് ഇറക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതായിരിക്കും. എല്ലാവർക്കും ബൈ.